എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ജയറാമേട്ടനെ കുറിച്ചാണ്. ഇത് പറയുമ്പോഴേ ഞാനതിപ്പോൾ കുറേ ദിവസമായിട്ട് പുള്ളിക്കാരൻ നേരിലാണെന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ എന്താ വെച്ചാൽ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഓരോ സീനുകൾ കൂടി വരുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ ചെല്ലും ഒരുമാതിരി ഒരു മീനില്ലേ, പാമ്പിന്റെ കൂടെ ചെല്ലുമ്പോൾ പാമ്പിന്റെ ഒരു മീനുണ്ട്, പാമ്പിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തല കാണിക്കും, മഞ്ഞിലോ അങ്ങനെയാണ്. മീനിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വാല് കാണിക്കും. അങ്ങനത്തെ ഒരു രീതി അല്ല. പിന്നെ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറുന്ന എന്തൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണ്. ഇത് എല്ലാവരും കാണില്ല, അതെങ്കിലും ചിന്തിക്കണ്ടേ. അതൊന്നുമല്ല. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മദർ ടങ്ക്, എന്റെ മാതൃഭാഷ തമിഴാണ്, നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെല്ലാം പറഞ്ഞ് തമിഴിനെ അങ്ങ് പൊക്കും. പിന്നെ കേരളത്തിൽ വന്ന് ഇന്റർവ്യൂ എടുക്കും, പാലക്കാട് വന്നത് എന്താണെന്ന് അറിയില്ല, നമ്മളുടെ ഒരു വികാരം എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ അങ്ങ് പൊക്കും. ഈ അടുത്ത് ഇങ്ങനെ ഓരോ സീനുകൾ ഇറങ്ങി വരുന്നു. ഇദ്ദേഹത്തിന് മറവി കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണാം, മറവിയൊന്നും ഇല്ല, അത് വേറൊരു കാര്യം. എല്ലാം കറക്റ്റായിട്ട് മാനേജരെ പോലും വെക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന സിനിമാ നടനാണ് ജയറാം. വിവാദമായത് തുടക്കം തൊട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ 2020 സിനിമയിൽ ഇവര് സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും ഉണ്ടല്ലോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. എനിക്കായിട്ട് വർഷങ്ങൾക്ക് മുന്നേ തോന്നിയ ഒരു സംഭവമുണ്ട്. ഈ ജയറാം ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷനിൽ സ്റ്റേജിൽ കയറി നിന്നപ്പോൾ അതിന്റെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അവരൊക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ആദ്യമായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഒരു ഓവർ ഭവ്യതയായിട്ട് എനിക്ക് തോന്നിയതാ. അന്ന് ആ അവാർഡ് വാങ്ങുമ്പോൾ പറയുന്ന മറുപടി പ്രസംഗത്തില് വളരെ ഓവർ ഭവ്യതയാണ്. നമ്മൾ ആരാണേലും അങ്ങനെ ഓവറായിട്ട് അഭിനയം കാഴ്ചവെച്ച് ഓസ്കാർ അഭിനയം കാഴ്ച ഓവർ വിനയമൊക്കെ ചെയ്യുന്ന ആരാണേലും ലൈഫിൽ സൂക്ഷിച്ചോണം, കള്ളന്മാരായിരിക്കും എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് അവരുടെ ഒറിജിനൽ സ്വഭാവമല്ല. അന്ന് ജയറാം ആ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഇവരെ പോലത്തെ മഹാനടന്മാരിരിക്കുന്ന സ്റ്റേജിൽ എനിക്ക് ഇരിക്കാനും ഈ അവാർഡ് വാങ്ങാൻ കിട്ടിയ ഒരു അവസരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ മോഹൻലാലിനെ മാറി അങ്ങ് പൊക്കി അടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം അവരാ ഒരു ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വന്നു പോയവരല്ലേ. ജയറാം ബൈ ബർത്ത് കലാകാരനാ, അത് നമ്മൾ പറയാം. അല്ലാതെ ആർജവം ഉണ്ടാക്കിയെടുത്ത കാലം. ഇപ്പൊ മമ്മൂട്ടിയുടെ എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി ജനിച്ചപ്പോഴേ ഇതേപോലെ കലാകാരനായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കഴിവാണ് ഈ അഭിനയ ശൈലി. അതേസമയത്ത് ജയറാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി മിമിക്രിക്കാരനാണ്, ചെണ്ട കൊട്ടാനറിയാം, അങ്ങനെ കലാകാരനാണ്. പിന്നെ പണ്ടത്തെ ഏതോ ഒരു കളക്ടറെ മരുമോനോ എന്തോ ഒരു ബന്ധമൊക്കെ പറയാറുണ്ടല്ലോ, മലയാറ്റൂർ രാമകൃഷ്ണന്റെ, അങ്ങനെ ഫാമിലിയൊക്കെ. പക്ഷെ ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഇവരുടെ അതുകൊണ്ട് തന്നെ ആകാം, ഒരുപക്ഷെ ഇവരുടെ മദർ ടങ്ക് തമിഴൊക്കെ ആയിരിക്കാം. പെരുമ്പാവൂകാരനാണ്, മലയാളിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തമിഴായിരിക്കാം ഇവരുടെ മുന്നോട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ തമിഴ്നാട്ടുകാരായിരിക്കാം. അങ്ങനെ ആ പറയുന്ന സത്യമായിരിക്കാം. പക്ഷെ ഒരിടത്ത് ഉറച്ചു നിൽക്കണ്ടേ, അത് ചെയ്തിട്ടില്ല. അപ്പൊ ഈ സുഗുപ്പീര് കൂടൽ ഇപ്പൊ എന്താന്നറിയാം, നോണ പറച്ചില്, സുഗുപ്പീര്, ഇത് കൂടലാണ്, ഓവർ ഭവ്യത. ഇതൊന്നും നമുക്ക് എല്ലാവർക്കും ജയറാമിന് ഇഷ്ടമുള്ളതാണ്. ജയറാമിന്റെ അഭിനയമൊക്കെ ഇഷ്ടം തന്നെയാണ്, ഒരു രീതിക്ക് പുള്ളിയൊരു രീതിയാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, ഇഷ്ടക്കേടൊന്നുമല്ല. എന്നാൽ ഇപ്പൊ പുള്ളി വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. സൂപ്പീരാണ്. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ്നാട്ടുകാരെ സൂപ്പിക്കും, ഇവിടെ വരുമ്പോ ഇപ്പൊ വിവാദമായിരിക്കുന്ന ഏതാ വെച്ചാൽ 2020 ഫിലിമില് ആ ഒരു സീനുണ്ടല്ലോ, ലാസ്റ്റ് സീനിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നടന്ന് ദിലീപ്, മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി അല്ല, അതിന്റെ അകത്ത് ജയറാം ഇല്ല. ജയറാം ഇല്ലാതെ പോയതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്റർവ്യൂ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് പോയി. തമിഴ്നാട്ടിലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ദീപാവലി. ഇതാണ് പ്രശ്നം. അതൊന്ന് ആദ്യം കേൾക്കാം. അപ്പൊ അവിടെ കൊടുത്ത തമിഴ്നാട്ടിൽ ഈ അടുത്ത് ശിവാജി ഗണേശന്റെ മകനുമായിട്ട് ഒക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ മകനെ ശിവാജി ഗണേശന്റെ മകനാന്ന് സാറെന്നും പറഞ്ഞ് ഷർട്ടൊക്കെ ഇവിടം വരെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൂഞ്ഞി നിൽക്കല്ലേ, നട്ടല് വളഞ്ഞു കൂഞ്ഞിയാണ് നിൽക്കുന്നത്. അതൊന്ന് കാണാം. ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல, சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன், சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன்.
ലാസ്റ്റ് സീനിൽ ഞാൻ നിൽക്കിയാൽ എനിക്ക് പോകണം, എനിക്ക് ദീപാവലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോയെന്നാണ് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ മലയാളത്തിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ലാസ്റ്റ് സീനിൽ ഞാൻ നിൽക്കിയാൽ എനിക്ക് പോകണമെന്ന് പറഞ്ഞു പോയത് നേരെ ശബരിമലയ്ക്കാണ് പോയത്. അപ്പൊ അതുകൂടെ കേൾക്കും. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷ് സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയും ഇങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാമെന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് എടുക്ക പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്കവിടെ നട അടയ്ക്കുന്ന ആളെ എൻ്റെ പൂജയും എല്ലാം ദിവസവും തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്കതാണ് വലുതെന്ന് തോന്നി അന്ന്. ഇനി ജയറാമിന്റെ ഓവർ ഭവിത കാണുന്ന ശിവാജി ഗണേശന്റെ മകനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ശിവാജി ഗണേശൻ തന്നെ മുന്നിൽ വന്നിരുന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് അദ്ദേഹത്തെ അങ്ങ് ബഹുമാനിച്ച് എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. അതുപോലെയാണ് ബഹുമാനിക്കുന്നത്. അവസാനം ചോദിക്കുന്നുണ്ട് ശിവാജി ഗണേശന്റെ സൗണ്ടില് ജയറാം വണക്കം എന്നുള്ള രീതിയിലൊന്ന് സംസാരിക്കുമെന്ന്. അപ്പൊ അദ്ദേഹം അതുപോലെ സംസാരിക്കും. അത്ര ശിവാജി ഗണേശന്റെ സൗണ്ടൊന്നും ഒത്തിട്ടില്ല, എന്നാലും അദ്ദേഹം സംസാരിക്കും. അപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ണെല്ലാം കൂടെ പൊത്തുന്നതിന് വരം കേൾക്കേണ്ട കാര്യം ചെവിയാണ് പൊത്തുന്നത്. കാരണം ഈ ഓവർ ആക്ഷന് അഭിനയം കൂടുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മളെ മറന്നുപോകും. നോണ പറയുന്നത് നമ്മൾ പിന്നീട് മറന്നു പോകുമെന്ന് പറയുന്ന പോലെ തന്നെ അഭിനയം ആകുമ്പോഴത്തേന് കണ്ണാണോ പൊത്തന്റെ ചെവിയാണോ പൊത്തന്റെ കണ്ണാണോ പൊത്തനെന്ന് മറന്നുപോയി. അപ്പൊ അതൊന്ന് കാണും. சந்தோஷம் சார். முதல்ல நான் ஒரு ரிக்வெஸ்ட் கேட்கலாமா? என்ன சார்? ஆரம்பிக்கிறதுக்கு முன்னாடி என்ன சார் சொல்லுங்க. இல்லை, இது எனக்கு கிடைச்ச ஒரு பெரிய வரப்பிரசாதம். அது காரணம் உங்க முன்னாடி உட்காந்துட்டு இன்டர்வியூ பண்ண முடியறது, அதுக்குள்ள இந்த டேபிள் உட்கார முடியறது, அதெல்லாம் ரொம்ப பெரிய விஷயம். நான் சின்ன வயசுலேருந்து இந்த மிமிக்ரி எனக்கு ரொம்ப பிடிச்சிரு விஷயம். நிறைய பிரபு சார் மாதிரில நான் மேடையில் கேள்வி பெருக்கு. ஆனால் அப்பா அவர் வாய்ஸ் வந்து கரெக்டாக உங்களுக்கு தான் அப்படியே கிடைச்சிருக்கு. அப்படியே நான் கண்ணை மூடிட்டு இருக்கேன். சும்மா நீங்கள் 2 வார்த்தை ஜெயராம் வாங்க அப்படி ஏதாவது ஒன்று சொல்கிறீங்களா? எனக்கு அதை கேட்டுட்டு இருக்கிறதுக்கு. ஜெயராம் வாங்க, ஜெயராம் வணக்கம் வாங்க. ഇത്രയെല്ലാം ഭവ്യത എന്തിനാ കാണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടില് ഒരു ഫിലിം ഇപ്പൊ ഉർവശിയായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിൽ പോയ മദർ ടങ് തമിഴാണ്, നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയുന്നു ഒന്ന് കേൾക്കേ. സ്റ്റാർട്ടഡ് മലയാളം தமிழ்னா சேர்ந்தது, ஆல்மோஸ்ட் சேம். மை மதர் டங் இஸ் தமிழ். அதனால வீட்லயே பேச தமிழானதுனால கொஞ்சம் கூட எனக்கு கம்ஃபர்ட் தமிழ். ரீசெண்டா தான் தெலுங்கு ஸ்வீட் லாங்குவேஜஸ். அதனாலே நான் மேக்ஸிமம் அந்த இப்போ கன்னடாவில் ஃபர்ஸ்ட் படம் நானே படிச்சு நானே டப் பண்ணேன். ஸோ நம்ம புது லாங்குவேஜ் கற்றுக்கிறது, புது இடத்துக்கு போகிறது, புது கல்ச்சர், புது ஃப்ரெண்ட்ஷிப், புது இது எல்லாம். ഇനിയിപ്പം കേരളത്തിൽ വന്ന് ആ സിനിമയുടെ തന്നെ ഇന്റർവ്യൂ വരുമ്പോ കേരളത്തിൽ വന്ന് പറയുന്ന ഇല്ല, അങ്ങനെ ഇത് നിങ്ങൾ പറയുമ്പോ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ലട്ടോ. ഇത് വളരെ അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡ് ഉണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് ഒരു ഇൻസിഡന്റിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കത് ഭയങ്കര ഫേവറേറ്റ്. ഒരു കിളി പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത് കേൾക്കും. പക്ഷെ കിളിയൊന്നും പോയിട്ടില്ല. നല്ല ഓർമ്മശക്തിയുണ്ട്. ഒരു മാനേജരെ പോലും വെക്കാറില്ല. എല്ലാ ഡേറ്റ് ഓർത്തിരിക്കുന്നു. ഡേറ്റുകൾ ഓർത്തിരിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. ആ ഡേറ്റ് ഓർത്തിരിക്കുന്നു പറയുന്ന കേക്ക്. അപ്പൊ ഓർമ്മിക്കുന്ന ഒരു കുഴപ്പമില്ല. വർഷം ഞാൻ സിനിമയിൽ എനിക്കൊരു മാനേജറോ ഡയറിയോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഡേറ്റ് നോക്കുന്ന ആളോ അല്ലെങ്കിൽ ചില കണ്ടിട്ടില്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് 2 പോക്കറ്റിലും മൊബൈലൊക്കെ വെച്ചാൽ എനിക്ക് ഒരു മനുഷ്യനില്ല, ആരുമില്ല. എൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്നു. സോ അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കും. എനിക്ക് ഡയറിയിൽ എഴുതുമോ അല്ലെങ്കിൽ എനിക്ക് ഈ മാസവും അടുത്ത മാസവും എല്ലാം ചെയ്യാൻ പോകുന്ന പടങ്ങളും ഡേറ്റും പോകേണ്ട ഫംഗ്ഷനും അത് ഇത് എത്ര ചെണ്ടകൊട്ടിന് പോലെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ പോകുന്നത് ഫെബ്രുവരി 18-ാം തീയതി ഏറ്റുമാനൂരപ്പൻ്റെ 7 പൊന്നാന പുറത്തെഴുന്നള്ളിക്കുന്ന അന്ന് എൻ്റെ മേളാണ് കാലത്ത്.
ഫെബ്രുവരി 13 ഞാനും എൻ്റെ ഗുരുനാഥനും കൂടി പാലക്കാടുള്ള അദ്ദേഹത്തിൻ്റെ അവിടെ. എനിക്ക് ഓരോ മേളങ്ങളും ഡേറ്റുകളും എല്ലാം കാണാപ്പാടാണ്. പിന്നെ എനിക്ക് അതേപോലെ ഈ ഡേറ്റുകളൊക്കെ എൻ്റെ കാണാപ്പാടാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല മെമ്മറീസ് ഉള്ള ഡേറ്റുകളല്ലേ. പുള്ളിക്കാരന്റെ ഇന്റർവ്യൂയില് തമിഴ്നാട്ടിൽ കൊടുത്ത ആ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ശിവാജി ഗണേശന്റെ മകൻ, അതിൻ്റെ അകത്ത് പുള്ളിക്കാരന്റെ ജയറാമിന്റെ ആ ഭവ്യത ഒന്നുകൂടെ കണ്ടു നോക്കെ. இருக்கீங்களா? ஐயோ பார்க்க அப்பா கூட ரொம்ப ஆசையா இருந்தது சார். எப்படி அது மிஸ் ஆச்சு அப்பா கூட பண்ணாம? தெரியல. அப்புறம் கூட கமல் சார் கூட ஒருக்கா அவ்வை சண்முகி பண்ணும்போது அப்பா வந்து லொக்கேஷனுக்கு வந்த டைம்ல நான் பக்கத்துல இருந்தேன். அப்பதான் அப்படியே கொஞ்ச நேரம் பார்த்தாரு. ஜானகிராமன் ரிலேஷன் தானே, உங்க பொண்ணுக்கு தானே கொடுத்துருக்காங்க. சரி, நல்லா இருக்கு சொல்லிட்டு வர்றாரு. அதான் அவர் கூட பேச முடியும். ரொம்ப சந்தோஷம். அவருக்கு ரொம்ப ரசிச்சார் அது கமலோட மேக்கப். ரொம்ப சந்தோஷம். നസീർ സാർ ടോട്ടലി നമുക്ക് മനസ്സിലായത് എന്താ, തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിലുകാരെ സൂപ്പിക്കും, കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ സൂപ്പിക്കും. ഇതാണ് വ്യക്തിത്വം എന്ന് പറയുന്ന ഒരല്പം പോലും ഇല്ല. നല്ല ഫാമിലി ആയിട്ട് എന്ത് പറഞ്ഞാലും മലയാള സിനിമയെ കല്യാണം കഴിച്ച് ഡിവോഴ്സും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ നല്ല ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് ജയറാമിന്റെ. പക്ഷേ വ്യക്തി ജീവിതത്തെ എങ്ങനെയാണെങ്കിൽ, ഈ അടുത്ത് വേറൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, ഞാൻ കണ്ടിരുന്നു. ഗൺമാനും സെക്യൂരിറ്റിയൊക്കെ ആയിട്ടുള്ള ഒരാളുടെ കല്യാണത്തിന് അയാള് 1 ലക്ഷം രൂപ വർഷങ്ങളോളം നിൽക്കുന്നതുകൊണ്ട് 1 ലക്ഷം രൂപയെങ്കിലും അയാൾ പ്രതീക്ഷിച്ചു. പക്ഷെ 10,000 രൂപയെ കൊടുത്തുള്ളൂ. അങ്ങനെ ആ കാര്യത്തിലും ഒരു പിശുക്കൻ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഈ 2 വള്ളത്തെ കാലി ചവിട്ടിയുള്ള പരിപാടി ചെയ്തിരിക്കുന്നത്. കുറച്ചു കാലം ഇവിടെ ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കയറി വന്നപ്പം ആ സുരേഷ് ഗോപിക്കൊപ്പം തന്നെയുള്ള ജയറാം ആ സമയത്ത് എന്റെ ഒരു തോന്നലിൽ കുറെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് ഉടനെ തന്നെ തമിഴ്നാട്ടിലോട്ട് കുസ്ബുവിന്റെ ഒക്കെ കൂടെ ഒരു അഭിനയിക്കാൻ പോയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ ചിലപ്പോൾ ഇതായിരിക്കാം ഒരു ഞാൻ തമിഴ്നാട്ടുകാരനാണ് അവിടെ പോയി അഭിനയിക്കാന്നോർത്ത് ചാടിയതായിരിക്കും. ആ ചാട്ടം കൊണ്ട് ഇവിടെയും കുറെ കാലം ഗ്യാപ്പുണ്ട്. ജയറാമിന്റെ സിനിമാ ലൈഫ് നിങ്ങളൊന്ന് ആലോചിച്ചാല് വളരെ വർഷങ്ങളുടെ ഗ്യാപ്പിട്ടേ പോവുള്ളൂ. ഔട്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഔട്ടാകും, എന്നിട്ടൊന്ന് തിരിച്ചു വരും, അങ്ങനെയാണ്. അപ്പോഴും പുള്ളിക്ക് മലയാളത്തിനോട് സ്വന്തമായിട്ട് മനസ്സിൽ നിന്ന് ഒരു ആത്മാർത്ഥത, ഒരു കൂറില്ല. മലയാളത്തിനോട് കൂറില്ല. മനമെങ്ങും ശരീരം ഇവിടെ ആയിട്ടൊന്നും അങ്ങനത്തെ രീതിക്ക് നിന്നുകൊണ്ട് തന്നെയാണ് പുള്ളി ഇവിടെയും ക്ലച്ച് പിടിക്കാൻ. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പിന്നെ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിക്ക് പോയേനെ. അതും ഉണ്ടായില്ല. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. അതിപ്പോ നടുക്ക് 2 വെള്ളത്തെ കാലിയൊട്ടിയുടെ നടുക്ക് വീണ ഒരവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സ്വഭാവം ആരായാലും ആര് ചെയ്താലും എത്ര വലിയവനാണേലും നമുക്ക് പറയാം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടത് വെച്ച് നമുക്ക് പറയാം വളരെ മോശം അല്ലേ. ഓന്തിന്റെ സ്വഭാവം പോലെയൊക്കെയല്ല കാണിച്ച്. പിന്നെ ഒരു വ്യക്തിത്വമില്ല. വേണ്ടി വന്നാൽ വേറൊരു വാചകം കൂടെയൊക്കെ പറയാം. അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.